അങ്ങനെ ഞാൻ എന്താ വരുമെന്ന് അങ്ങനെ പറയുള്ളൂ. ഹലോ, ഇന്ന് ഹോളിഡേ ആണ് കേട്ടോ, ഗാന്ധി ജയന്തി ദിവസം. സോ അച്ഛന് പോകണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ടും ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ഉറക്കം പോയി. കാര്യം ഇവിടെ മറ്റേ വേസ്റ്റ് എടുക്കുന്ന ആൾ വന്നിട്ട് ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ഉണർന്നു. എന്ത് ചെയ്ത് പറ? എന്ത് കാര്യം? എൻ്റെ വിരളുറ മൊത്തം നീ കട്ട് ചെയ്തിട്ടാ? മമ്മീനെ എന്ത് ചെയ്യും? എണീറ്റ പാടെ തന്നെ ഞാൻ ആമിക്ക് കുറുക്കുണ്ടാക്കിയാണ്. ഇത് റാഗിയുടെ കുറുക്കാണ് കേട്ടോ. അതിൽ പാലൊഴിച്ച് കുറച്ച് കരിപ്പൊട്ടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കണത്. അപ്പോൾ ആമിക്കിപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞു. ഫെബ്രുവരിയിൽ ഇനിയിപ്പോൾ ഒരു 3 വയസ്സ് തികയും. പക്ഷേ ഇപ്പോഴും കുറുക്കാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വന്നില്ലേ, അവളുടെ കയ്യിൽ അമ്മ ഇങ്ങനെ റാഗിപ്പൊടി അമൃതം പൊടിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ടായിരിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് കൊടുത്താൽ മതിയല്ലോ. സോ അങ്ങനെയാണ് ഞാൻ കുറുക്കുണ്ടാക്കണത്. പിന്നെ റാഗി എപ്പോഴും നല്ലതാണല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് നല്ലതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ കുറുക്കുണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ ചായക്ക് വെച്ചു. പുതിന ഇട്ടിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കണം. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇവിടെ 2 പേർക്കും പുതിന ചായ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിട്ടിട്ട് ചായ ഇട്ടു. ആൻഡ് അത് അടുപ്പിലാക്കിയിട്ട് ഞാൻ ഉടനെ തന്നെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അത് മെഷീനിലിട്ട്. കാര്യം എപ്പോഴാണ് മഴ എപ്പോഴാണ് വെയിലെന്നൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇന്ന് ഭയങ്കര ചൂടും പെട്ടെന്ന് വൈകിട്ട് വേണമെങ്കിൽ മഴയും പെയ്യും. പിന്നെ പുതിന ചായ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. കാര്യം പിന്നെ എൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. ഒരു ദിവസം ഇവിടെ അമ്മ വന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തേ, അമ്മ കുടിച്ചതേ ഇല്ല. ഇതൊന്ന് കഷായമാണോ എന്ന് ചോദിച്ചു. ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണല്ലോ. സോ ഞങ്ങൾ ചായ കുടിച്ചു. പിന്നെ ഇന്നലെ രാത്രി റാഗീൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ ഞാൻ ചായ ഇട്ടപാടെ അതിൻ്റെ കൂടെ കുറച്ച് കരിപ്പട്ടിയും കൂടി ചേർത്തിട്ട് ഞാൻ ആ പുട്ട് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ചു. ആമിക്ക് കുറുക്ക് കൊടുക്കലിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി അച്ചേട്ടനാണ്. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാനാണ്. ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഞെക്കിയിട്ടുണ്ടല്ലേ, തിരിഞ്ഞ് നിന്ന് എന്തെങ്കിലും കോപ്രായം കാണിക്കുമ്പോഴായിരിക്കും പിന്നെ അത് തുറക്കുന്നത് കേട്ടോ. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഞാൻ നേരെ കണ്ണാടി നോക്കിയപ്പോൾ അതാ പിന്നെ അത് തുറന്നു വന്നേ. ഞാൻ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയി. ഇങ്ങോട്ട് നോക്ക്. കാറ്റുണ്ടോ? കാറ്റില്ലേ? പിന്നെ ചൂടുണ്ടോ? ഓക്കെ. ഭയങ്കര ചൂട് ഇവിടെ. ഇന്നലെ വൈകിട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ. പക്ഷേ ഇന്ന് ഒടുക്കത്തെ വെയിൽ. കാര്യം നമ്മൾ സാധാരണ ഈ സമയത്ത് എങ്ങും പോകാറില്ല. ഇപ്പോൾ സമയം എത്ര? 11:30 വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ ആമി? സോ ഈ സമയത്ത് പുറത്ത് പോകാറില്ല. കാര്യം ഭയങ്കര വെയിലൊക്കെ ആയിട്ടേ എപ്പോഴും വൈകിട്ടാണ് പോകാറ്. മുടിയിരിക്കും നോക്ക്. കൊള്ളത്തില്ലല്ലേ ക്ലേ മമ്മിയുടെ മുടി? വിഗ് വെച്ചോലുണ്ട്. എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഓ സീറ്റാണ്. അയ്യേ, മമ്മിയുടെ മുടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വേണ്ട ആമിയുടെ ചെരുപ്പ് കാണിച്ചു കൊടുത്തേ. വണ്ടർഫുൾ ചെരുപ്പാണല്ലേ ക്ലേ? ആമി എവിടെ പോണ്? അമ്പത്തിൽ. വഴിയിലിറങ്ങിയിട്ട് മറ്റേ തമിഴ് അണ്ണനുണ്ടല്ലോ, അണ്ണൻ്റെ കടയിൽ നിന്ന് ഇഡ്ഡലി കഴിക്കാൻ കയറി. എന്ത് കഴിക്കാൻ വന്നേ? ഇഡ്ഡലിയും പിന്നെന്താ, പിന്നെ ചട്നി, വട.
ഇതാണ് കേട്ടോ സാധനം. ഇഡ്ഡലി, പരിപ്പ് വട, ഉഴുന്നുവട, സാമ്പാർ, ചട്നി, തക്കാളി ചട്നി എല്ലാം കൂടെ ഒഴിച്ചിട്ട് അടിപൊളിയാണ്. എനിക്കൊന്നും ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഞാൻ അവിടെ സാധനം എടുക്കാൻ പോണ അപ്പം ഞാൻ എന്താ വരുന്നത് അങ്ങനെ പറയുള്ളൂ. എത്രത്തേക്ക് വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞു. പൈനാപ്പിൾ ഇങ്ങനെ പിടിക്കില്ല, അമ്മി വീണ് പോകൂലേ? അമ്മ എവിടെ പോയി പച്ചക്കറി വാങ്ങാൻ പോയാ? പിണ്ടൂലേ? ഞങ്ങൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പൈനാപ്പിളും കൂടെ വാങ്ങി കേട്ടോ. സീസണൊന്നും അല്ല, അതുകൊണ്ട് ഈ ഒരു പൈനാപ്പിളിന് 100 രൂപ, പിന്നെ കുറച്ച് പഴുത്തിരിക്കുന്നതിന് 150 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എമർജൻസി ആയതുകൊണ്ട് ഞാൻ 100 രൂപയുടെ ഒരു പൈനാപ്പിൾ വാങ്ങിച്ച്. പുറം കാണുമ്പോഴത്തേനും പക്ഷേ എന്താണ് പഴുക്കാത്ത പോലെ ഇരുന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ലതായിരുന്നു ആക്ച്വലി. നവരാത്രിയൊക്കെ വരാൻ പോയല്ലേ, അപ്പം പീരീഡ്സ് കുറച്ച് നേരത്തെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പൈനാപ്പിൾ വാങ്ങിച്ചത്. പൈനാപ്പിൾ കഴിച്ചാൽ പെട്ടെന്ന് ആവും എന്ന് ഉള്ളതുകൊണ്ട്. സാധാരണ എനിക്ക് പീരീഡ്സ് കുറച്ച് നേരത്തെ ആവണം എന്നുള്ള സമയത്തൊക്കെ ഞാൻ ഈ പൈനാപ്പിൾ കുത്തിയിരുന്ന് തിന്നും കേട്ടോ. അതെന്ന് വെച്ചാൽ ഭയങ്കര ഹെക്റ്റിക്കാണ്. ഹെക്റ്റിക് ഇൻ ദ സെൻസ് ഞാൻ ഒറ്റയടിക്ക് തന്നെ കുത്തിയിരുന്ന് കഴിച്ചിട്ട് നാക്കെല്ലാം അടന്ന് പോകാറുണ്ട്. പിന്നെ പല്ലൊക്കെ പുളിച്ചിട്ട് അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ മാക്സിമം കഴിക്കാൻ പറ്റുന്ന കഴിക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ജ്യൂസ് അടിച്ച് കുടിക്കും. അപ്പം അതിന് വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത്. കാര്യം നമുക്ക് അമ്പലത്തിലൊക്കെ സമയത്ത് പോകാനോ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയത്തില്ലേ എന്തുവാ കരിപ്പൊട്ടി കഴിക്കണം, പിന്നെ നെല്ലിക്ക അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ്. സോ ഞാൻ അതിലാണ് പിടിച്ചേക്കണത്. പിന്നെ എനിക്ക് പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന വലിയ പണിയായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. കടയിൽ നിന്ന് കട്ട് ചെയ്ത് തരും അവർ, മറ്റേ ഷേപ്പിന് നല്ല സ്റ്റാർ പോലെയൊക്കെ കട്ട് ചെയ്ത് തരും. അപ്പോൾ അതിനകത്തുനിന്ന് കുറേ അങ്ങ് പോവും കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്യാതെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് ഇതാണ് സാധനം. ായിട്ടാണ് ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനും മോളും മാത്രമാണെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് കഴിയും. പക്ഷേ അച്ചോട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഡാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചോട്ടൻ്റെ ഫേവറേറ്റാണ്. ഉച്ചത്തെ ഊണിൽ നിന്ന് ഡാല്, മെഴുക്ക് വരട്ടി, മുട്ട, ഉള്ളിക്കറി, പിന്നെ ചമ്മന്തിപ്പൊടി നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു.